ദശകം 38 ശ്രീകൃഷ്ണ അവതാരമാണ് പാരായണം ചെയ്യുന്നത്. ഈ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം പാരായണം ചെയ്യുകയാണ്. ദശകം 38 ശ്രീകൃഷ്ണ അവതാരം. ആനന്ദരൂപ ഭഗവൻ നൈദേവതാരേ പ്രാപ്തേ പ്രതിഷ്ഠഭവതംഗനിരീയമാണേ കാന്തിമൃജൈരിവനാഗനമണ്ഡലേഭ്യ ആവൃണ്മതി വിരരുചേ കില വർഷവേള ആശാസു ശീതലകരാശു പ്രയോദതോയേ ആശാസിധാത്മവശേഷു സജ്ജനേഷു നൈശാകരോഗേനോഷിമധ്യമായ ക്ലേശാകസ്തി ജഗതാം ത്വവിഭാവിലാസി നൈശാകരോഗേ വിദോഷിമധ്യമായ ക്ലേശാവഹസ്തി ജഗതാം ത്വവിഭാവിലാസി. നാരായണ 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 നാരായണ. ഇശീദേതമോത്ഭൂതി ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസി യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആശാസു ശീതളകരാശു പയോദതോയി ആശാസിതാപ്തിവിളശേഷു സഹസ്രവേഷു നൈശാകരമഗേനദോ നിശിമധ്യമായ ദേശാവഹസ്തി ജഗതാം ത്വവിഭാവിലാസി ഭാഗ്യസ്പൃശാ വിഭൂഷാ ദദുഷാ വിഭൂതി ഉജ്ജത്കിരീടകലകാംഗദഹാരഭാസ ശങ്കാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിവേസിതസൂദിഗേ വക്ഷസ്ഥലി സുവദീന വിലാസി ലക്ഷ്മി മന്ദാക്ഷരക്ഷിണ കടാക്ഷ വിമോക്ഷവേദി തന്മന്ദിരസ്യ കലകം സസുധാമലക്ഷ്മി ഉന്മാർജയന്തി വാസുദേവ ശൗര്യസ്തു ധീരമുനിമണ്ഡല ചേതസോഭി ദൂരസ്ഥിതം ബഹുദീക്ഷണിചേക്ഷണാഭ്യാം ആനന്ദബാഷ്പകുലഗോത്രമഗദ്ഗദാത്ത തുഷ്ടാവദൃഷ്ടിമകരന്തര സംഭവന്തം ദേവപ്രസീദ പരപൂരുഷതാപവല്ലി നിർലോലഗാത്ര സമനേത്ര കലാവിലാസിൻ ഏകാനപാകുല കൃപാകുരുവിക്കടാക്ഷൈ ഇത്യാദി തേന മുദിതേന ചിരന്നുഭൂഭൂ മാത്രാജനേത്ര സലിലാസുഗാത്രവല്യ സ്തോത്രേണ വിഷ്ണുതഗുണ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം മുനിബോധ്യതാഭ്യാം മാതുർഗിരാജമാനുഷപാലവേഷം ത്വത്പ്രേരിതസ്സകലുനന്ദതനൂജയാദേ വ്യത്യാസമാരജയിതും സവിശൂരസൂനോ താം ഹസ്തയോരജതചിത്വവിധാര്യമായേ അംബോരുഹസ്തകളഹം സകിശോരരമ്യം. ഓം ശ്രീദേവ്യേ നമഃ. ജാതാതഗാമശുഭസത്മനി യോഗനിദ്ര നിദ്രാവിമുദ്രിതമദാവൃത പൗരലോകം ത്വത്പ്രേരണാക്കിമിഹ ചിത്രമജേജനേയൻ ദ്വാരേ സ്വയം വിഘടി സംഘടിതേഷു ഗാഢം ശേഷേണ ഭൂരി പരിവാരിതവാരിനാഥ സ്വയം പ്രദർശിതപദോ മണിജീവിതേന ത്വാം ധാരയൻ സകലധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശേ ലോകവേഗ. ത്വാം ധാരയൻ സകലധന്യതമപ്രദസ്തേ സ്വയം ത്വമീശ മമ നാശേ ലോകവേഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ നിർത്തുന്നു. അല്ല രണ്ട് ദശം കൂടി വായിച്ചു, രണ്ടെണ്ണം കൂടി വായിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 39 യോഗമായയുടെ ആ അത്ഭുത കാഴ്ചയും കൃഷ്ണന്റെ ജന്മ ഉത്സവമൊക്കെയാണ് ഈ ദശകത്തിൽ പരാമർശിക്കുന്നത്. ഭവന്തമയമുദ്വഹൻ യദുകുലോദഹോ നിസ്സരൻ ദദർശഗഗനോചല ജലപരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ പുനരനിന്ദ്രജാലോഹിതോ
जलौकैव दक्षिणा प्रमदमे यथा मायेयो पशुपालिकां निवृतमारुधद्वालिकाम् अवावृतकवालिकां पशुपवालिकामाविशन् भवन्तमयमर्पयन् प्रसवतत्त्वगे तत्पदा मगन् कपटकन्यकां सुपुरमावधो वेगदा पदस्तदनुजारवक्ष्यपित निद्रवेगद्रवत् बडोत्कर निवेदित प्रसववार्तये वाक्यमान् विमुक्तजिगुरोत्करस्त्वरितमापदन् भोजराट् अदृष्टैव दृष्टवान् भगिनिकागरे कन्यकाम् कपटशालिनो मधुकरस्य माया भवेत् असौ किशोरिका भगिनिका कलालिका दिवो नाडिनिकान्तरादिवं नालिकामाशिवन् अयं त्वदनुजा मदा फलपट्टके पिष्टम् भवतुपासगो जडति मृत्युपाशादिव प्रमुच्यतरसैव सा समुदिरूढलोभान्तरा अधस्तरमजग्मुषी विकसदष्टबाहुस्फुरन् महायुधमहोगता किल विहाय सा दिव्युगे अमे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കംസന്റെ കയ്യിൽ നിന്നും ഉയർന്നു വന്ന ആ ദേവിയെയാണ് വർണ്ണിക്കുന്നത്. कंसते किमुमय विनिष्पिष्टया बभूव भवदन्तका क्वचन चिन्त्यतां ते किलम् इति त्वदनुजा विभो करमुदीरतं जग्मुषि मरुद्गणपणायिदा विजतमन्दिराणि प्रगे पुनरगात्मजा वजनमीरिधा भूभुजा प्रलम्बभगपूदना पूर्वदानवामानिना भवन्निधनकाम्यया जगति भद्रमुर्निर्भया कुमारक विमारक किंवदुष्करमिष्कृभै तदा पशुपमन्दिरे त्वयिमुकुन्दनन्दप्रिया प्रसूतिशैलेशे युवति किञ्चिदर्चत्पदे विबुद्धवनिता जले तनय सम्भवे घोषिते उदा किमो वदाम्यहो सकलमाकुलं गोकुलम् अहो गणेशोदया नवकलाय चेदोवरं भवन्गमलमन्दिके भगवापि बन्द्यांशा परं निजं सपरिपायन्त्यामुदा मनोहरतनुस्पृशा जगति पुण्यवद्भोजिता भवत्कुशलकाम्यया सकलनन्दगोपस्तदा प्रमोदबलसद्गुणो विजगलाय किम्नाददा तदैव पशुपालका किममङ्गलं ते निधे जगत्हृदयमङ्गल त्वमिह पाहि मामयात् जगत्हृदयमङ्गल त्वमिह पाहि मामयात् सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द. ओम नमो भगवते